കാർഷിക മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തികളാണ് എൻ്റെ ഇടതും വലതുമായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ. അത് അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കർഷകരിലേക്ക് എത്തിച്ചു നൽകുന്നത് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ മഹത്തരമായ ഉദ്ദേശത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇവർ രണ്ടുപേരെയും സ്നേഹപൂർവ്വം നമ്മുടെ നെറ്റ്സർഫ് കേരളയുടെ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് 1000-ലധികം വരുന്ന റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. നമുക്കറിയാം നമ്മുടെ പുറകിൽ ഇവിടെ കാണുന്നതെല്ലാം റബ്ബറാണ്. ഒരു വർഷം മാത്രം പ്രായമുള്ള, ഒരു വർഷം കഴിഞ്ഞ ഏകദേശം ജൂൺ ജൂലൈ മാസം വെച്ച റബ്ബറിന്റെ ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ജോസാറിനെ പറയും ഇവിടെ 3-4 തവണ മറ്റു വിളകളൊക്കെ കൃഷികൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ അല്ലേ സാർ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു 4 വർഷം പ്രായമായ ഒരു റബ്ബറിനെ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അത് ജോസാറിന്റെ അല്ല, മറിച്ച് മറ്റൊരു വ്യക്തിയുടെ ഒരു തോട്ടമാണ്. അതിൽ വളങ്ങൾ കൊടുത്തതിന് 4 വർഷമായതിന്റെ പ്രായവും 1 വർഷമായതിന്റെ പ്രായവും കർഷകരിലേക്ക് ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് ജോസാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, കാരണം ഓരോ വ്യക്തികളും നോക്കുന്നത് കാർഷിക മേഖലയിലുള്ള വ്യക്തികളുടെ അനുഭവവും പരിചയവും. കാരണം നിരവധിയായിട്ടുള്ള അല്ല ജോസാർ, നിരവധിയായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് നമ്മുടെ മണ്ണിനെയും നമ്മുടെ സസ്യങ്ങളും ഇന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം മനുഷ്യരിലേക്ക് രോഗങ്ങൾ അതികഠിനമായി വരുന്ന ഒരു സാഹചര്യം ഒക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളോട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത് നമുക്ക് ജോസാറിന്റെ അനുഭവത്തിലൂടെ തന്നെ ഈ മണ്ണിലുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സസ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് ഈ സസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1 വർഷം പ്രായമായ റബ്ബറിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ പച്ചപ്പും അതിന്റെ കരുത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു 2 വർഷക്കാലമായി നമ്മുടെ തെങ്ങിനടക്കം ഉപയോഗിക്കുന്നതിന് വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ സാറിന്റെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു തെങ്ങ്, കവുങ്ങ്, അതിന്റെയൊക്കെ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സാറേ, കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാർഷിക മേഖലയിൽ സാർ കുറേ നാളുകളായി. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ നെക്സന്റെ ഈ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുണ്ട്. തെങ്ങിനും കവുങ്ങിനുമാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതിനെല്ലാം നല്ല റിസൾട്ട് കണ്ടു. കഴിഞ്ഞ വർഷം ഞാൻ ഈ റബ്ബർ തൈ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഉപയോഗിച്ചു, ഒരു 3 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കിപ്പം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. അതായത് 5 വർഷം 5 പ്രാവശ്യം റീപ്ലാന്റ് ചെയ്ത സ്ഥലമാണിത്. 5 തവണ റീപ്ലാന്റ് ചെയ്ത് മണ്ണ് മുഴുവൻ നശിച്ചു പോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ഞാൻ റീപ്ലാന്റ് പിന്നെ ചെയ്യുന്നത്. ഞാൻ മേടിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ ഈ സ്ഥലം വാങ്ങിയിട്ട്. നിന്ന റബ്ബർ ഷോർട്ട് കൊടുത്തിട്ട് പുതിയ തൈ വെച്ചത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇത് വെച്ചതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം ഈ വളം ഉപയോഗിച്ചു. എന്തായാലും അതിൻ്റെ വ്യത്യാസം എനിക്ക് ഈ തൈയിൽ കാണാനുണ്ട്. നല്ല ഒരു പുഷ്ടിയായിട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനെ പ്രത്യേകിച്ചൊന്ന് കാണാൻ സാധിക്കുന്നതിനെ വെച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണാൻ എന്ന് പറയുന്നത് ചോടി എത്തിക്കഴിയുന്ന നിറച്ച് മണ്ണിരയാണ് ഉള്ളത്. ഈ മണ്ണിര ഉണ്ടെങ്കിൽ തന്നെ മണ്ണിൽ ഫലഭൂഷ്ടമായി എന്നുള്ളതാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നത്. എന്നതായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തൈ കയറി വരുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തൈ അതേ സ്ഥാനത്ത് എൻ്റെ എതിർവശത്ത് കിടക്കുന്ന തോട്ടം 4 വർഷമായ തൈയാണത്. അത് ഞാൻ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് വെച്ച തൈയാണത്. 4 വർഷമായി. 4 വർഷമായി അല്ലേ? 4 വർഷമായി. ആ തൈയെ അവർ റീപ്ലാന്റ് ചെയ്ത അതും ആ റീപ്ലാന്റ് ചെയ്തെടുത്ത് വളം തൈ കയറി വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വളത്തിലേക്ക് ഞാൻ തിരിഞ്ഞത്. സാധാരണ ചെയ്യുന്ന വളം ചെയ്ത് കഴിഞ്ഞാൽ തൈ ഇത്രയും ഉഷാറായിട്ട് വരികയില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഒരു ഘടനയൊന്ന് മാറി കിട്ടി ഈ വളം ചെയ്തതുകൊണ്ട്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ തെങ്ങിനും കവുങ്ങിനും ഒക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് എൻ്റെ വീടിരിക്കുന്നിടത്താണ്. അത് വലിയ കുഴപ്പമില്ലാതെ നല്ല കായ്ഫലം കിട്ടുന്നുണ്ട്. ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങളും ഇത് ഉപയോഗിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. കാർഷിക മേഖലയ്ക്ക് പറ്റിയൊരു വളമാണിത്. എല്ലാ കൃഷികൾക്കും പറ്റുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു കുറച്ച വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോ തീർച്ചയായിട്ടും ജോസാറിന്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ അനുഭവമാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അല്ലെ സാർ? ഇപ്പൊ ഇത് കാലിക്കുപ്പിയാണ്. എനിക്ക് തോന്നുന്നു റബ്ബറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റബ്ബറിൽ ഈ വെള്ളത്തിന്റെ അപര്യാപ്തത കൂടുതലല്ലേ? കാരണം കുഴൽ കിണർ ഉണ്ടാവില്ല,
തട്ടിലുള്ള പ്രദേശങ്ങളിലായിരിക്കും അല്ലെ? ഇത് കുന്നാണല്ലോ, കുന്നം പ്രദേശമാണല്ലോ. പ്രദേശമാണ്. പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ, നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലേബർ കോസ്റ്റിലൊക്കെ വളരെയധികം കുറവുകൾ വരുന്നില്ലേ? ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ഇച്ചിരി അതിന് എടുത്തോണ്ട് വരണം എന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, വെള്ളം നമുക്ക് ഒരു ചെറിയ പായ കെട്ടിയാൽ തന്നെ ഒരു മഴക്കൊക്കെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ ചാക്ക് കണക്കിന് വളങ്ങൾ കെട്ടിപ്പോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് അത് വളം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു ബാരലിൽ വെച്ച് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിലേക്ക് വെച്ചാൽ മതിയല്ലോ. അതുപോലെ തെങ്ങിന്റെ ഒക്കെ സാറിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു. തെങ്ങിന്റെ കൊലകളൊക്കെ കൂടുതലായിട്ട് തേങ്ങയുടെ ഈൽഡ് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരു കൊലയില് 10-40 തേങ്ങ വീതം പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ സാറ് കാർഷിക മേഖലയിൽ എത്ര വർഷമായി ഏകദേശം? ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ ഉള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു. നമ്മള് എല്ലാ വർഷവും ഒരുപക്ഷെ പലതരത്തിലുള്ള വളങ്ങളല്ലേ ഉപയോഗിക്കുന്നത്? അതെ. അല്ല, ഇതുവരെ നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ വരുന്നതിന് മുന്നേ എല്ലാ വർഷവും പലതരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? പക്ഷെ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ വളങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇത് വന്നതിന് ശേഷം വേറെ വളങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ നമ്മള് ഈ ചാണകവും ഇതുപോലെ സെറാമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഭയങ്കര പന്നിശല്യമാണ്. അതിന് ഏറ്റവും ഉത്തമമാണ് ഇത് ഇട്ട് ഒഴിച്ചു കഴിഞ്ഞാല് അവരുടെ പന്നിശല്യത്തിന് വലിയ പ്രശ്നമില്ല. അതായത് നമ്മുടെ മണ്ണ് തിരിച്ചെടുക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ പന്നിശല്യത്തിന് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റ് സസ്യത്തിന്റെ ആരോഗ്യത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു. വളരെ നല്ല രീതിയിൽ പച്ചപ്പും അതുപോലെ കരുത്തോടു കൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, നമ്മളും ഇത് തന്നെയാണ് പറയുന്നത്. 24 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്കാണ് കേരളത്തിലേക്ക് ഇന്ന് നെറ്റ്സർഫിന്റെ വേരോട്ടം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 4 വർഷമായിട്ട് കണ്ടിന്യൂസ് വേറെ ഒരു വളങ്ങൾ ഉപയോഗിക്കാതെ റബ്ബറിനും കവുങ്ങിനും തെങ്ങിനും ഉപയോഗിക്കുന്ന എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മിശ്ര കർഷകർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 45 മുതൽ 50-ലധികം വരുന്ന ക്രോപ്പുകൾക്ക് സമ്മിശ്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാർ. അപ്പൊ ജോസ് സാറാണ് പ്രത്യേകിച്ച് ഇരിട്ടി മേഖലയിലേക്ക് ഞാൻ പോലും വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ജോസ് സാറാണ്. കാർഷിക മേഖലയിൽ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അദ്ദേഹത്തെ തോട്ടം സന്ദർശിച്ചിട്ട് വളങ്ങൾ വാങ്ങിക്കുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ഈ മേഖലയിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവം വളരെ വലുത് തന്നെയാണ്. അദ്ദേഹമാണ് നമ്മുടെ ജോസ് സാറിനെ പരിചയപ്പെടുത്തിയതും ഈ വളങ്ങൾ നൽകിയതും. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു 2 വാക്ക് കർഷകർ എന്തായാലും ശ്രമിക്കണം എന്നുള്ളത് 100% ആവശ്യകതയുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ജോസ് സാറിനെയും അതോടൊപ്പം 2 വാക്ക് കർഷകരോട് ഒരു എന്താണ് ഈ വളങ്ങളുടെ ഉപയോഗം? കാരണം 16 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോ 50-ലധികം ക്രോപ്പ് ഉണ്ട്. അത് തെങ്ങ്, അതുപോലെ നിരവധി ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഏലം ഒഴികെയുള്ള ബാക്കി എല്ലാം തന്നെ ആ തോട്ടത്തിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ അല്ലെങ്കിൽ ആ ഒരു സജഷൻ കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ നെറ്റ്സർഫിന്റെ വളമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്, പൂനെയിലാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഒരു വളം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വളരെ, നേരത്തെ എന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന് പുതിയ ആൾക്കാരുകൾ കാണാനുണ്ടായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ, നിതീഷ് സാർ പറഞ്ഞതുപോലെ ഒരു 40-50 ഐറ്റങ്ങൾക്ക് 15 ഏക്കറിന്റെ അധികം വരുന്ന സ്ഥലത്തെ ഞാൻ ഈ വളമാണ് ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു വളം ഇതുവരെയായിട്ടും ഞാൻ അങ്ങോട്ട് കയറി മറ്റൊരു 100 വളമൊക്കെ വേണം നിറച്ച് വട കൃഷിയാണ്, ഫുൾ കൃഷിയാണ്. 15 ഏക്കറിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഏക്കറിന്റെ അത്രയും സാധനം നിറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അത്രയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഇഞ്ച് സ്ഥലം കാര്യമില്ലാതെയുണ്ട്. അപ്പൊ അതിന് മുഴുവൻ ഞാൻ ശരിക്കും പുല്ല് ചെറുതായിട്ട് ചെത്തി വെള്ളം കരികലയും പുല്ലും ഉണ്ടാകരുത്. അപ്പൊ ചെറുതായിട്ട് ചെത്തി കഴിഞ്ഞു. അങ്ങനെ പണ്ടത്തെ പോലെ തുറന്ന് മരത്തിൽ വെച്ചിട്ട് ഒരുപാട് പൈസ ഒന്നും കളയുന്നില്ല. അപ്പൊ അങ്ങനെ ചെത്തി ഇതിനകത്ത് ഇങ്ങനെ കലക്കിയിട്ട് വളം ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം മാറ്റമുണ്ട്. ഒരുപാട് കൂലിച്ചെലവുകൾ കുറവുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളത്തിന്റെ തന്നെ വാരിച്ച ചെലവ് കുറഞ്ഞു കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ആൾക്കാർക്ക് വേണമെങ്കിൽ കുറെ കൊണ്ട് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. വീടിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒഴിക്കാൻ എല്ലാം നല്ല പറ്റുന്ന ഒരു വളമാണ്. എന്താ പറയുക, തെങ്ങിനൊക്കെയാണ് നല്ല പച്ചപ്പാണ്. വേനൽക്കാലത്ത് അത് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഉണക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ തെങ്ങുകൾ ഇത് ഒഴിച്ച ആൾക്കാരൊക്കെ തെങ്ങ് നോക്കുമ്പോൾ ഓരയ്ക്ക് നല്ല പച്ച തിളക്കാണ്, നല്ല പച്ച നിറ. അപ്പൊ ആ നല്ല പച്ച നിറ തേങ്ങയാണ് ഇപ്പോഴും കുറച്ച് കൂടുതൽ കായ്ക്കുന്നു. ഇപ്പൊ കുരുമുളക്, ഇപ്പൊ ഇവിടെ പലർക്കും കുരുമുളക് ഇല്ല. പക്ഷെ എന്റെ തോട്ടത്തിനകത്താണ് ശരിക്കും പറഞ്ഞ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ട്. പക്ഷെ ഞാനിത് ഈ വളം തന്നെ ഉപയോഗിച്ച് പറമ്പ് കൊണ്ട് ഫലഭൂഷിയായി. ഇപ്പൊ നല്ല ഒരുപാട് മണ്ണിര കൂടാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ മണ്ണിര കൂടാൻ തുടങ്ങി. മൊത്തത്തിൽ പറമ്പ് നല്ല കറപ്പാണ്, നല്ല ഇതുണ്ട്. ഇതെല്ലാം ഈനുണ്ട്. ഇപ്പം നെൽകൃഷി വരാൻ ചെയ്തതാണ്. നെൽകൃഷി ചെയ്തിട്ട് ഞങ്ങളവിടെ
നിതീഷ് സാർ നെൽകൃഷി നമ്മൾ ഓടാക്കൽ പാടശേഖരത്തിൽ ചെയ്തു. സാറിന്റെ പിന്നെ അനുജന്റെ തോട്ടത്തിൽ നമ്മൾ ചെയ്തു. അനുജന്റെ തോട്ടത്തിൽ ചെയ്തിട്ട് വേറെ സണ്ണി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ ചെയ്തിട്ട് ശരിക്ക് പറഞ്ഞാൽ ഞാനൊരു 50 കൊല്ലം മിറ്റായി ഈ നെൽകൃഷി തന്നെ ശരിക്കും ചെയ്ത് കയറി വന്നു. അങ്ങനെ വന്ന് ആ നെൽകൃഷി ശരിക്ക് പറഞ്ഞാൽ കതിരായി വരുന്നിടത്ത് ഒരു ഓല കുറവാണ്. ഓല കുറവുണ്ടെങ്കിൽ പതിര് കുറവാണ്, കാഴി കുറവാണ്. നല്ല കതിരായിരുന്നു. താങ്കൾ വീഡിയോ പിടിച്ചതാ. അല്ല, ആ അരി തന്നെ വ്യത്യാസം വരുന്നില്ല. നല്ല നെല്ല് തന്നെ നല്ലൊരു നല്ലൊരു കനമുണ്ട്, ഒരു കാമ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചാഴി കുറവ്, ചാഴി പറയാം. ഇല കണ്ടമാനം വരുമ്പോഴാണ് ഇത് വരുന്നത്. ഇതിനകത്ത് കതിരാണ് നല്ല തിളങ്ങി നിന്നുകൊണ്ടിരുന്നത്. നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള. അപ്പൊ ഏത് കൃഷിക്കായാലും റബ്ബറിനായിട്ടും നല്ല പാലുണ്ട്. റബ്ബർ സ്റ്റാർട്ട് ചെയ്യുന്ന റബ്ബറിനായാലും പാല. ഇതിനോടൊപ്പം വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് കൃഷിയും കവുങ്ങിനാണെങ്കിൽ തന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരുപാട് ചെറിയ കവുങ്ങിനാണെങ്കിൽ 15 ദിവസം അന്നേരം തന്നെ അറിയാം. നിറം നല്ല കറുപ്പായിരിക്കും, നല്ല തിളക്കം, വെളിച്ചെണ്ണ പുരട്ടി വല്ലൊരു തിളക്കമാണ് അതിനധികം വരുന്നത്. പിന്നെ പച്ചക്കറി ഏത് കൃഷിക്ക് ഭൂമിയിലുള്ള സർവ്വ കൃഷിക്കുമാണ് ഏതാണ്ട് എൻ്റെ അടുത്ത് മിക്കവാറും കൃഷിയെല്ലാം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് എല്ലാത്തിനും നല്ലതാണ്. പച്ചക്കറിയാണെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ സ്പ്രേയോ ഇതിനകത്ത് സ്റ്റിംറിച്ച് 15 ദിവസം കൂടുമ്പം ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സ്റ്റിംറിച്ച് ബാക്കിയെല്ലാം നിലത്ത് ഒഴിക്കുന്നുണ്ടെങ്കിലും ആ സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞ പച്ച ഇതൊരു 15 ദിവസം കൂടുമ്പോൾ പച്ചക്കറിക്കൊക്കെ ശരിക്കും അടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പച്ചക്കറി, നെൽകൃഷി സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതിനും സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഏതിനും നെൽകൃഷിക്കൊക്കെ ആണെങ്കിൽ 15 ദിവസം. മറ്റേതൊക്കെ ഒരു മാസം കൂടുമ്പോഴായാലും മറ്റു വളങ്ങളൊക്കെ ഒഴിച്ചാൽ മതിയിരിക്കും. ഇത് 15 ദിവസം കൂടുമ്പോൾ ശരിക്ക് നിങ്ങൾ അടിച്ചാൽ അതിന്റെ മാറ്റങ്ങൾ വളരെയധികം മാറ്റം നല്ലതായിരിക്കും. ഈ പച്ചക്കറിയൊക്കെ നല്ല മുളകൊക്കെ നല്ല വണ്ണ, വെണ്ടയ്ക്ക എല്ലാം നല്ല നിറയോടുകൂടി നല്ല ഒരു നിറത്തോട് കിട്ടുക. പിന്നെ ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഈ രാസവളവും മറ്റ് കീടനാശിനി എല്ലാം ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് വേറെ വിഷമില്ല. ഏറ്റവും വലിയ കാര്യം വിഷമില്ല എന്നുള്ളൊരു ഒറ്റ കാര്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് എല്ലാവരും പ്രതീക്ഷിച്ച ഒറ്റ കാര്യമാണ് ജൈവം, ഫുൾ ഓർഗാനിക്. നമ്മൾ കുടിച്ചാലും കുഴപ്പമില്ല. അതായത് ഇതുപോലും കുടിച്ച് പട്ടി കുടിച്ചിട്ട് പോലും നേരത്തെ ഒന്നും പറ്റില്ല. ഈ പാത്രത്തിലെ സാധനം ഇട്ട് വെക്കുകയും ചെയ്യാം. നമുക്ക് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ പാത്രത്തിൽ സാധനം ഇട്ട് വെക്കാൻ വളം വെള്ളം ഞാനൊക്കെ വീട്ടിൽ വെള്ളം നിറച്ചു വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്ക്. അപ്പൊ അതുപോലും കിട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആൾക്കാർക്കൊരു ഇതെന്നാ ഇത് കൊണ്ടുവരുമ്പോഴത്തേനും ഇതിന്റെ വില പറയപ്പെടുത്തേരും. വില പറയുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും ആദ്യം ഞാനിതുപോലെ ഉള്ള കാര്യം പറഞ്ഞു ചോദിച്ചാൽ വന്ന് മാറി ഇതിന് ഇത്രയും രൂപ ഒരു സൈക്കോളജിക്കലായിട്ട് തോന്നുക. പക്ഷെ നമ്മളത് ഉപയോഗിക്കുക, ഇരുന്ന് പഠിക്കണം. അത് ഒരാൾ വരുമ്പോൾ ക്ഷമയോടെ കേൾക്കുകയും പഠിക്കുകയും ഗുണങ്ങൾ എന്താണെന്ന്. അതുപോലെ തന്നെ ഞാൻ ജോസാറിന് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോസാർ എന്നോട് ഒരു 10 കർഷകരുടെ നമ്പർ മേടിച്ചു ഇത് ഉപയോഗിക്കുന്നത്. ആ 10 പേരോട് വിളിച്ചു ചോദിച്ചു. വിളിച്ചു ചോദിക്കൽ മാത്രമല്ല, ഉളിക്കലിൽ ഉപയോഗിക്കുന്നവരെ തോട്ടത്തിൽ പോയി കണ്ടു. തോട്ടം പോയി സന്ദർശിച്ചിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തെ ഉപയോഗിച്ചിട്ടുള്ളേ. ഏകദേശം 50,000 രൂപേന്റെ മുകളിൽ വേണം ഒരു തോട്ടത്തിലേക്ക് ഒരു തവണ ഉപയോഗിക്കാൻ, ശരിയല്ലേ? പക്ഷെ അന്നേരം എന്നോട് 20-something രൂപേന്റെ പ്രൊഡക്റ്റ് ആദ്യം എടുത്തുള്ളൂ. അതിന് ഒരു ഭാഗത്ത് ഉപയോഗിച്ച് ഒരു 6 മാസം കഴിഞ്ഞ് ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയതിന് ശേഷമാണ് എന്റെ യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഏകദേശം സാർ ഉപയോഗിച്ച് 6 മാസം ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ആ 6 മാസത്തിന് ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാനും ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും. കാരണം നമ്മള് സാറിന്റെ സ്വമേധയല്ല, കാരണം ജോസ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള പിന്നെ വോളിബോളിൽ തന്നെ വലിയ ചാമ്പ്യൻ ആയിരുന്ന പഴയ കാലത്തൊക്കെ ഈ കൈകളിൽ തന്നെ ആ ഉരുക്കിന്റെ ഒരു ബലമുണ്ട്. അപ്പോ അത്തരത്തില് നമ്മുടെ പിന്നെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാളോട് കമ്പനി പറഞ്ഞു, ഇത്രയും തോട്ടത്തിലേക്ക് ഇത്രയും കേരളത്തിൽ ഉടനീളം ഈ ഒരു ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ ഇത്രയും ക്രോപ്പുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന കമ്പനിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം വരുന്നത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോട്ടത്തിൽ ഉപയോഗിച്ച് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായാൽ മതിയായിരുന്നു. പക്ഷെ അതിലുപരി കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം അത് മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കൂടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലും മൊത്തത്തിൽ അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ ഒരു നമ്മളെ കൂടെ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജകം എന്ന് പറയുന്നത് ജോസാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അത് വേറെ രീതിയിലല്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയാറ്, ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറ്. പക്ഷെ ജോസാർ അതിനുള്ള ഉത്തരം ഇപ്പൊ പറയും. നിങ്ങൾ ഒരു ഭാഗത്തല്ല ഉപയോഗിക്കേണ്ടത്, ബാക്കി എങ്ങനെ ഉപയോഗിക്കണം സാർ? അതായത് നിങ്ങളെ പരീക്ഷിക്കേണ്ട. ഞാനിപ്പോ 2-2.5 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന ആൾക്കാർ 4 വർഷമായ ആൾക്കാരുണ്ട്. ബാബു, ബാബു അലക്സ് സാർ, ബാങ്ക് മാനേജർ ബാബു സാറ്, ഇരട്ടിക്കാരൻ, കൊടിയത്തി സാറ്,
ഇരട്ടിക്കാരൻ വളവന പിന്നെ കാഞ്ഞങ്ങാടുള്ള നിങ്ങളുടെ ആളെ വരെ നിങ്ങൾ തന്നെ എന്റെ അടുത്ത് ആദ്യം വന്നപ്പോ ഞാൻ കാഞ്ഞങ്ങാടുള്ള അലക്സിനെ വരെ വിളിച്ച് ചോദിച്ച് ഫോൺ നമ്പർ വെച്ചിട്ട് എത്ര ഷീറ്റ് വരെ എത്ര കിട്ടും എത്ര പേരുണ്ട് എത്ര ഏക്കർ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ എന്താ പറയാ 6 മാസം കഴിഞ്ഞാൽ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇതുവരെ ഞാൻ ഒരു 2,000 വേറൊരു വളം ഞാൻ കേട്ട് മേടിക്കുന്നില്ല. വളക്കടക്കാർക്ക് പോലും തൃപ്തിപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കുന്നത് അത് വേർപ്പോട്ട് അത് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പൊ നമുക്കെന്ന് വെച്ചാൽ പിന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ പോലും ഞാൻ ഈ ജില്ലയിലെ കർഷകോത്തമ അവാർഡ് തന്നെ ജില്ലയിൽ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കൊടുത്തെങ്കിലും ജില്ലയിൽ ഞാനാണ് ആളായി വന്നിരിക്കുന്നത് 2-3 വർഷമായിട്ട്. ഈ വർഷവും അപ്പൊ കർഷകോത്തമ അവാർഡ് സമ്മിശ്ര കർഷകനുള്ള കർഷകോത്തമ അവാർഡിൽ ഒന്നാമതായിട്ട് ഈ ജില്ലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ചെറുപ്പം മുതലുള്ള അത് നമ്മുടെ ജോസ് സാറിന്റെ ഒക്കെ ആ ഒരു അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ വളങ്ങളെ 100% ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിലേക്ക് എവിടെയും നമ്മൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നു. ഞാൻ ഇന്ന് കേരളത്തിലുള്ള കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മുഴുവൻ വിളകൾക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ കർഷകരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് 100% ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ജോസ് സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഒരു പ്രോബ്ലവും വരില്ല. പക്ഷെ ഞാൻ എന്നാലും പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും നമുക്ക് എത്ര ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ അനുഭവം എന്നതിലുപരി സ്വന്തം അനുഭവമാണ് വലുത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് യൂസ് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ള ഏരിയയിലേക്ക് തുടങ്ങാനും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. കാരണം ഇത് ഇത്രയും വരുന്നുള്ളൂ, ഇത് കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ല. 2001 ഇന്ത്യയിലെ ജൈവ കാർഷിക മേഖലയിലേക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യവുമായി ആരംഭിച്ച നെറ്റ്സർഫ് എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണിത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഇക്കോസെറ്റിന്റെ, അതായത് ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. അതിലുപരി ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നല്ല വെയിലാണ്, നല്ല ചൂടെടുത്ത് സത്യം പറഞ്ഞ അല്ലേ. അപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ രാസവളങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഡേഞ്ചറിന്റെ ചിഹ്നമായിരിക്കും ഉണ്ടാവും അല്ലെ. അല്ലെ കെമിക്കൽ വാങ്ങുമ്പോൾ നമ്മുടെ ഓരോ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് 100% ഇക്കോ ഫ്രണ്ട്ലി ആണിത്. ഇത് മനുഷ്യനോ മണ്ണിനോ മറ്റു ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജൈവ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഈ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നമുക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ തോട്ടാണ്, നിങ്ങൾ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗത്തേക്ക് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി നമ്മൾ തരുന്നു. ധൈര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി ഞാനും തരുന്നു. അതോടൊപ്പം തന്നെ 2 കാർഷിക മേഖലയിൽ 2 പുലിക്കുട്ടികൾ കൂടെ നമ്മളോട് പറയുകയാണ്. ഞങ്ങൾ 2 പേരും SLC കഴിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസം ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. 50 കൊല്ലം കഴിഞ്ഞവരെ ഞങ്ങൾ 2 പേരും. എന്നെ കഴിഞ്ഞ് ഒന്നുകൂടെ കൊടുക്കുക അദ്ദേഹത്തെ വിട്ടു ഞങ്ങൾ 2 പേരും അതുപോലെ തന്നെ ഫുൾ കൃഷിക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും 50 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള ഒരു കാർഷിക മേഖലയിലെ കർഷകർ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കർഷകരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കാണിച്ച മനസ്സിന് ജോസ് സാറിനോട് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ PK ജോസ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ നിതീഷ് തൊള്ളത്തുവേൽ, നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട തയ്യിലെ ജോസ് സാറിന്റെ 1000-ലധികം വരുന്ന ഒരു വർഷം കഴിഞ്ഞ റബ്ബറിലേക്ക് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിട്ടിയിലാണുള്ളത്. പ്രിയപ്പെട്ട ജോസ് സാറാണ് നമ്മുടെ തയ്യിലെ ജോസ് സാറാണ് കൂടിയുള്ളത്. അതോടൊപ്പം തന്നെ പുത്തമ്പുരയ്ക്കൽ ജോസ് സാറാണ് നമ്മുടെ മറ്റൊരു വലിയ കർഷകൻ നമ്മുടെ കൂടെയുള്ളത്. നമുക്കറിയാം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ വിളകൾക്കും വളരെ മഹത്തരമായ റിസൾട്ടോടു കൂടി കർഷകരിലേക്ക് ദിനം പ്രതി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൈവവളങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, ലിക്വിഡ് ആയിട്ടുള്ള കൈകളിൽ പിടിച്ചു കൊണ്ടുപോയാൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള ലേബർ കോസ്റ്റ് 25% മുതൽ 40% വരെ കുറച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ വിളവിനെ 25% മുതൽ 50% വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന 24 വർഷക്കാലമായി ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ 850-ലധികം ജില്ലകളിൽ 180-ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി
ഇന്ത്യയിലുടനീളം കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ദ്രാവക വളങ്ങൾ എന്ന് പറയുന്നത്. അത് സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലം 3ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസാർ. ജോസാറിന് എപ്പോഴും നമ്മൾ വീഡിയോയിലൂടെ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സമ്മിശ്ര കർഷകരിൽ മികച്ച അവാർഡൊക്കെ നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഇരിട്ടി മേഖലയിലെ എടൂരിലെ പ്രിയപ്പെട്ട തൈല ജോസാറിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും തെങ്ങ്, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ വിളകൾക്കെല്ലാം തന്നെ കൊടുത്ത് അദ്ദേഹം ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തിച്ചേരുവാനും ഈ ഉൽപ്പന്നത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ ഈ കാണുന്ന തോട്ടങ്ങളിലേക്ക് വളപ്രയോഗം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കും, അതോടൊപ്പം തന്നെ അതിന്റെ അനുഭവങ്ങൾ ജോസാർ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഞാൻ പറയുന്നത് ഞാൻ ഒരു 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇത് കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ